ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് അധികം ദൂരമല്ലാതെ പാപ്പനംകോട് ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറി ഒരു അടിപൊളി പ്ലോട്ട് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുകയാണ്. CSIR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു അടിപൊളി റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന 10 സെൻറ്റ് പ്ലോട്ടാണ് ഗൈസ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഈ 10 സെൻറ്റ് പ്ലോട്ട് ഒറ്റ മതിലിൽ ഇങ്ങനെ ചുറ്റും കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. വലിയൊരു മതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ ഒരു വീട് വയ്ക്കുമ്പോൾ മതിൽ കെട്ടേണ്ട ആവശ്യമില്ല. നമ്പർ 1. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് വീടുകൾ കാണാം. 1, 2, ദാ ഇതിൻ്റെ ഇടയിലൊരു വീടുണ്ട്. 3, 4, ദാ ഇവിടെ ഒരെണ്ണം ഉണ്ട്. ദാ അവിടെ ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന 5, ദാ അവിടെ ഒരു വീടുണ്ട്. അതിൻ്റെ ഇടയിലുള്ളൊരു പ്ലോട്ടാണ്. ഇവിടെ 2 പ്ലോട്ടുണ്ട്. ഇവിടെ ഒരു 10 സെൻറ്റും അപ്പുറത്ത് ഒരു 10 സെൻറ്റാണോ 15 സെൻറ്റാണോ എന്ന് അറിയില്ല. അവിടെ ഒരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ട് എന്തായാലും പുള്ളി കൊടുക്കുന്നില്ല. ഈ ഒരു പ്ലോട്ട് ഇതിൻ്റെ ഓണർ കൊടുക്കുകയാണ്. ഡയറക്റ്റ് ഡീലാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ ഡയറക്റ്റ് ഓണർ ആയിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ആ ഒരു പോർഷനിലാണ്. അവിടെ നിന്ന് സെൻറ്റിന് ഇത്രയും ഒരു റേറ്റിൽ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. സിറ്റിയിൽ നിന്ന് വെറും 6.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടിൻ്റെ ആസ്കിംഗ് റേറ്റ് ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം കിലോമീറ്റർ തന്നെയാണ്. 6.5 ലക്ഷം രൂപയാണ്. 6.25 ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ടിന് ആസ്കിംഗ് റേറ്റായി ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇത്രയും പ്രൈമായിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. ഇതിൻ്റെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഞാനിപ്പോൾ കണ്ടത് ഈ ഒരു പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡ് മാത്രമാണ്. ഇതിൻ്റെ 3 സൈഡും റോഡാണ് ഗൈസ്. നിങ്ങൾക്ക് ഏത് ദർശനത്തിൽ വേണമെങ്കിലും ഇവിടെ വീട് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിക്കകത്ത് കയറി വരുമ്പോൾ ഈ ഒരു 3 സൈഡ് റോഡ് കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു വീടിൻ്റെ എലിവേഷൻ നമുക്ക് എല്ലാവരും കാണിക്കണമെന്നൊക്കെ ഫീൽ ചെയ്യില്ല. അതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും തിങ്കിയുള്ളൂ നമ്മളെ വീടിൻ്റെ എലിവേഷൻ എല്ലാവരും കാണണം. വരുന്നത് തന്നെ എന്നിങ്ങനെ പറയണമെന്നുള്ളൊരു സിറ്റുവേഷൻ, ഒരു ഫീലിങ്സ് ഉണ്ടാവണം നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പറ്റിയ ലാൻഡുകൾ പൊതുവേ സിറ്റിക്കകത്ത് കിട്ടാനായിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വളരെ അടുത്തായിട്ട് കിട്ടാൻ പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്ലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ വീടാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 1, 2, 3, 4 അങ്ങനെ കുറേ വീടുകളുണ്ട്. ബാക്കിലൊക്കെ 5ാമത്തെ വീടിൻ്റെയൊക്കെ പണി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് അവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് മുഴുവൻ ഒരു കോമ്പൗണ്ടിനകത്താണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. ഈ ഒരു പ്ലോട്ടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് എനിക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തെങ്ങുകളും മരങ്ങളും ഒക്കെ ഉള്ളൊരു ലാൻഡാണ്. നമുക്ക് തെങ്ങും മരവും ഒന്നും തന്നെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തെങ്ങും വേറെ ഏതോ മരത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരു മരമുണ്ട്. അതുപോലെ വാഴകളൊക്കെ ഉണ്ട്. അച്ഛനൊക്കെ കണ്ടിരുന്നെങ്കിൽ കൊതിച്ചന അത്രയ്ക്ക് അടിപൊളി ഒരു ലാൻഡാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അച്ഛനെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനൊക്കെ ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നൊരു സമയം കൂടിയായിട്ടാണ്. പക്ഷേ ഫണ്ടില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഫണ്ടിൻ്റെ പ്രശ്നമാണല്ലോ. അങ്ങനെ ഈ ഒരു 10 സെൻറ്റ് പ്ലോട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉപകാരപ്പെടും. സിറ്റിയിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബസ് ഇറങ്ങി നമുക്ക് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നാളെ ആണെങ്കിൽ റേറ്റ് കൂടും. നമ്മളിവിടെ ഒരു വീടൊക്കെ വച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നാലും ആരും മോശം പറയില്ല. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ ഹൈലൈറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത്, ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ്. നിങ്ങൾക്ക് ഓണറിൻ്റെ തന്നെ ഈ ഒരു പർച്ചേസ് നടത്താവുന്നതാണ്. പുള്ളി ഒരു ഡീല് ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു 6.25 ലക്ഷം രൂപ. 6.25 ലക്ഷം രൂപയിൽ നിന്ന് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും പുള്ളി കൊടുക്കുന്നത്. പുള്ളിക്ക് അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് സംസാരിക്കാൻ മനസ്സിലായത്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുമായിട്ടൊരു ബാർഗെയിനിങ്ങിലോട്ട് പോവുക. അത്യാവശ്യം ഞാൻ ചോദിക്കുന്നത് തന്നെ ഇവിടുത്തെ റീസണബിൾ റേറ്റാണ് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ ഒരു 8 ലക്ഷമൊക്കെ നമുക്ക് ചുമ്മാ ചോദിക്കാം. പക്ഷേ 6.25 ലക്ഷം രൂപ എനിക്ക് തോന്നുന്നു മറ്റ് ഡീലിങ്സും കാര്യങ്ങളും, അതായത് തേർഡ് പാർട്ടി ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു റേറ്റിൽ ചോദിക്കുന്നത്. സോ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കി അടിപൊളി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കുന്നത് ഓണറിൻ്റെ നമ്പറിൽ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അതുപോലെ ഇത്തരത്തിലുള്ള അടിപൊളി പ്ലോട്ടുകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പ്രൊഫൈലിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.